ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ അനിശ്ചിതകാല ഓഫ്ലൈൻ സമരം 2ാം ദിവസത്തിലേക്ക്. സമരത്തെ തുടർന്ന് ആപ്പുകളിൽ യാത്രാ നിരക്ക് കുത്തനെ കൂട്ടി. മറ്റ് സംസ്ഥാനങ്ങൾക്ക് സമാനമായി സമരം അവസാനിക്കുമ്പോൾ നിരക്ക് വൻതോതിൽ കമ്പനികൾ കുറയ്ക്കുമെന്നതിനാൽ സർക്കാർ വിഷയത്തിൽ ഉടൻ ഇടപെടണം എന്നാണ് ഇവർ പറയുന്നത്. സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ സമരം കഴിഞ്ഞ ദിവസം മുതലാണ് ആരംഭിച്ചത്. ഊബർ, ഓല, റാപ്പിഡോ, അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ സംരംഭമായ കേരള സഫാരി തുടങ്ങിയ കമ്പനികളാണ് കഴിഞ്ഞ ദിവസം മുതൽ അനിശ്ചിതകാല ഓഫ്ലൈൻ സമരം ആരംഭിച്ചത്. കമ്പനിക്ക് കൊടുക്കുന്ന കമ്മീഷൻ, പിന്നെ നിരക്ക് വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഈ ബൈക്ക് ടാക്സികളുടെ എണ്ണം കുറയ്ക്കുക തുടങ്ങി 11 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇവർ ഈ സമരം നടത്തുന്നത്. ആപ്പ് നോക്കുമ്പം സാധനം കിട്ടുന്നുണ്ട്, പക്ഷെ ആരും കണക്റ്റ് ആവില്ല. കണക്റ്റ് ആവില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമരം പൂർണ്ണമായ വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പുണ്ടായതിൻ്റെ 3 ഇരട്ടി കാശാണ് ഓരോ ട്രിപ്പുകളിൽ നിന്നും കമ്പനി ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഈടാക്കുന്ന കാശ് പോലും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ചില ഡ്രൈവർമാരുണ്ട്. ആ ഡ്രൈവർമാർക്ക് പോലും ആ എമൗണ്ട് കിട്ടത്തില്ല എന്നുള്ളതാണ്. ഒരു 2000-3000-ഓളം പേര് സമരത്തിന് വേണ്ടി തയ്യാറായി അവർ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഇവർ വീട്ടിലിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സമരത്തെ പൊളിക്കാൻ വേണ്ടി പ്രൈസ് കൂട്ടിക്കൊടുക്കും. ഡ്രൈവർമാർക്ക് പ്രൈസ് കൂട്ടിക്കൊടുക്കാൻ നേരത്ത് അത് ആഗ്രഹിച്ചുകൊണ്ട് ഡ്രൈവർമാർ ഓടുകയാണ്. കമ്പനിക്ക് വേണ്ടി കൂലിപ്പണിക്കല്ല ഇപ്പൊ നടക്കുന്നത്. ഇവിടെ സമരം പൊളിക്കാൻ വേണ്ടി ഏതാപ്പ് ഒരു കസ്റ്റമർ ബുക്ക് ചെയ്ത ഒരു ഏകീകരണ റേറ്റ് ഒരു 5 കിലോമീറ്റർ 200 രൂപ കസ്റ്റമറിന് തരാൻ റെഡിയാണ്. പക്ഷെ ഇവിടെ ആപ്പുകൾ തമ്മിൽ മത്സരമാണ്. അപ്പോൾ ഈ ആപ്പുകൾ തമ്മിലുള്ള മത്സരത്തിൽ ബലിയാടാവുന്നത് ഈ നിൽക്കുന്ന പാവങ്ങളെ ഡ്രൈവറാണ്. എല്ലാ കമ്പനികളും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മളെ സാധാരണ ഡ്രൈവർമാരെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുകയാണ്. 12 കിലോമീറ്ററിന് ഇവിടെ നിന്ന് നമ്മൾ കളമശ്ശേരി സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ടൈമിൽ റേറ്റ് വരുന്നത് 232 രൂപ ഉള്ള ഈ ഒരു ഓട്ടം ഈ സമയത്ത്, അതായത് ഇപ്പോൾ ഡ്രൈവർ ഇല്ല എന്നുള്ള നിലവിലേക്ക് വരാൻ നേരത്ത് അത് 1579 രൂപ വരെ പോയിട്ടുണ്ട്. ഈ ബൈക്ക് ടാക്സികളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ്. അതെങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത്? ബൈക്ക് ടാക്സികളുടെ എണ്ണം എന്ന് പറയുന്നത് അനിയന്ത്രിതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ബാധിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഏതൊരു ഏരിയയിൽ നിന്നും മുമ്പ് ഒരാളാണെങ്കിലും ഊബർ ടാക്സി കാറാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇന്നത് മാറി. ഇന്ന് തുച്ഛമായ 30 രൂപ മുതൽ അല്ലെങ്കിൽ ആ ഒരു ഫെയറിൽ അവർക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ എറണാകുളത്തേക്ക് എത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സമരം അവരെയും കൂടി ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ക്യാമറമാൻ ആന്റണി ഗിർഗറിക്കൊപ്പം സ്നേഹ മോൾ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.